Hello guys, welcome to Gadget Kada. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് OnePlusന്റെ ലേറ്റസ്റ്റ് ഫോണായ OnePlus Nord CE 5Gയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ ഈ പർട്ടിക്കുലർ ഡിവൈസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. 6GB 128GB ബഹാമാസ് ബ്ലൂ വേർഷനാണ് ഈ ഒരു പർട്ടിക്കുലർ OnePlus Nord CE 2. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഡിവൈസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡിവൈസ് തന്നെയാണ്. സോ നമുക്ക് ജസ്റ്റ് ആ ഡിവൈസിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ ഒന്ന് പീൽ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിയുമ്പോൾ തന്നെ ഡിവൈസ് നമുക്ക് കയ്യിൽ കിട്ടും. സോ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുമ്പം നല്ലൊരു ഫിനിഷ് തരുന്നുണ്ട്. ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ലൊരു ലുക്കാണ്. ഈ ഒരു പർട്ടിക്കുലർ ബഹാമാസ് ബ്ലൂ വേരിയൻറ്റ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. സോ അധികം വെയിറ്റ് ഒന്നും ഇല്ല, 170 ഗ്രാംസേ ഉള്ളൂ ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസ്. സോ എന്തായാലും ഡിവൈസ് സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി എന്തൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. സോ ആദ്യമായി 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ OnePlus ഡിവൈസസിൻ്റെ കൂടെയും ഈ ഒരു 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. 30 മിനിറ്റ്സിൽ നിങ്ങളുടെ ഫോൺ 0 to 100% കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾക്ക് അവരുടെ റെഡ് കേബിൾ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിൾ തന്നെയാണിത്. സോ ഇനി അഡീഷണലി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ അവരൊരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കേസ് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. ഷവോമി പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സോ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഒരു പർട്ടിക്കുലർ കേസ് ഫോണിലിട്ടതിന് ശേഷം കാണിക്കാം. ലൈക്ക് ഫസ്റ്റ് ലുക്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രൊട്ടക്ഷൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നൊരു രീതിയിലുള്ള കേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് സിം ഇജക്ടർ ടൂൾ കിറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്ന് പറയുമ്പോൾ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, പിന്നെ OnePlus നോഡിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ OnePlusൻ്റെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു പർട്ടിക്കുലർ സാധനം, പിന്നെ കുറേ ക്വിക്ക് ഗൈഡ്, സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ അവരുടെ ഒരു OnePlus ടീമിൻ്റെ ഒരു പർട്ടിക്കുലർ ബുക്ക്ലെറ്റും ഉണ്ട്. സോ അതെല്ലാം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ നമുക്ക് എല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് ഡിവൈസിലേക്ക് തന്നെ പോവാം. സോ ഇതാണ് ഡിവൈസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈസ് നല്ലൊരു ഫീലാണ് തരുന്നത്, ഇൻ ഹാൻഡ് ഫീൽ തരുന്നുണ്ട്. ബാക്ക് പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾമോസ്റ്റ് 170 ഗ്രാമേ ഉള്ളൂ ഈ പർട്ടിക്കുലർ ഡിവൈസ്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 128GB 6GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഹയർ എൻഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 8GB 128GB ആണ്. സോ നിങ്ങളൊരു ഹൈ എൻഡ് പെർഫോമർ അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊന്നും ആവശ്യമില്ലെങ്കിൽ ഈ 6GB 128GB തന്നെ ധാരാളമാണ്. സോ ഇതാണ് അതിൻ്റെ ബാക്കിലെ ലുക്ക്. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ. ഈ പർട്ടിക്കുലർ കളറ് നല്ലൊരു ലുക്ക് തരുന്നുണ്ട്, ബഹാമാസ് ബ്ലൂ. വൺ മോർ കളറുണ്ട്, പക്ഷേ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഈ ഒരു പർട്ടിക്കുലർ കളറാണ്. സോ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു 6.43 ഇഞ്ച് ഫുൾ HD AMOLED സ്ക്രീനാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ആൻഡ് HDR10+ സപ്പോർട്ടഡ് ആണ്. 90 Hz ഉള്ളൂ. ലൈക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്കൊരു 120 Hz ഫ്ലൂയിഡ് AMOLED സ്ക്രീൻ തരായിരുന്നു. ബട്ട് സ്റ്റിൽ 90 Hz 120 തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. സോ നമുക്ക് എന്തായാലും ഫോൺ സെറ്റപ്പ് ചെയ്ത് നോക്കാം. ലൈക്ക് ഇനീഷ്യലി OnePlusൻ്റെ ലോഗോ വരുന്നുണ്ട്. ഇനി അതിനുശേഷം ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൽ നമുക്കിനി വൈഫൈ പാസ്വേഡും കാര്യങ്ങളും ലൈക്ക് Gmail അക്കൗണ്ട് എല്ലാം കൊടുത്ത് സെറ്റപ്പ് ചെയ്യണം. അതൊരു 10-15 മിനിറ്റ്സ് ഉണ്ട്. ആ പാട്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. സോ ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 64 മെഗാപിക്സലാണ് പ്രൈമറി ക്യാമറ. പിന്നെ ഒരു 190 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. ഞാനിപ്പോൾ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞ് ബൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ആക്ച്വലി UI നല്ല സ്മൂത്താണ്. ആപ്പ് ഓപ്പണിങ്ങും എല്ലാം ഭയങ്കര സ്മൂത്താണ്. 90 Hz നിങ്ങൾക്ക് എന്തായാലും 60 Hz യൂസ് ചെയ്തിട്ട് നിങ്ങൾ 90 Hzലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യും. സോ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഒക്ടാകോർ ഡയമൻസിറ്റി ഒക്ടാകോർ പ്രോസസ്സറാണ്. സോ ഇതൊരു 6GB 128GB വേരിയൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 8GBയും അവൈലബിൾ ആണ്. സോ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോഴും ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ആൻഡ്രോയിഡ് വേർഷൻ 12 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. മേ ബി ഇൻ എ മന്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അഡീഷണൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡ്യുവൽ സിമ്മിൻ്റെ കൂടെ അഡീഷണലി മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. പ്ലസ് ഹെഡ്ഫോൺ ജാക്കിനും സ്ലോട്ട് ഉണ്ട്. സോ ഇവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കവർ ആക്ച്വലി നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് തൽക്കാലം ഒരു 2 to 3 മന്ത്സിലേക്ക് അഡീഷണൽ കവർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. സോ ഞാൻ ഈ ഒരു ഡിവൈസ് ഒരു 2 months നല്ല രീതിയിൽ, 2 months അല്ല, ഒരു 2 to 3 weeks നല്ല രീതിയിൽ യൂസ് ചെയ്തതിന് ശേഷം ഒരു ഇൻ ഡെപ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്തേക്കുക.